ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഡേ 3 ഓഫ് റിവിഷൻ സീരീസ് ആണ്. പക്ഷേ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡേ 2 നമ്മുടെ സ്റ്റഡി അപ്ഡേറ്റ്സ് ആണ്. സോ നമുക്ക് ഡേ 2 ഉണ്ടായിരുന്നത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയുടെ യൂണിറ്റ് 1 പോർഷൻസ്, അതായത് ബേസിക് കോൺസെപ്റ്റ്, ആറ്റം, ക്ലാസിഫിക്കേഷൻ, റിഡോക്സ് ആയിരുന്നു. സോ ഇത് നമ്മൾ 4 ചാപ്റ്റേഴ്സും നമ്മൾ റിവൈസ് ചെയ്ത് സെറ്റാക്കി. ഓക്കെ, പിന്നെ അതിലുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾക്ക് ഉണ്ടായിരുന്ന ടാർഗറ്റ് പറഞ്ഞാൽ PYQ അപ് ടു 2009 വരെയുള്ള PYQ കെമിസ്ട്രിയിൽ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരുന്നു. കെമിസ്ട്രിയിലെ PYQ പറഞ്ഞാൽ അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. സോ നമ്മൾ ബേസിക്കലി ഡേ 2 തൊട്ടിട്ട് വ്ളോഗ്സ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫോൺ അധികം കയ്യിൽ വെക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയി ഇന്നലെ. സോ അതുകൊണ്ട് ഞാനത് പക്ക ഉപേക്ഷിച്ചു. സോ നമ്മൾക്കൊരു സ്റ്റഡി അപ്ഡേറ്റ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സോ മാത്സിൻ്റെ ഇനി തൊട്ടിട്ട് ഡേ ഇൻ മൈ ലൈഫ് പോലെ അല്ല, പക്ഷെ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറയുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സോ നമ്മൾ ഇന്നലെ ഒരു ആവറേജ് ഒരു 7.5 മണിക്കൂറാണ് നമ്മൾ പഠിച്ചുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റഡി വ്ളോഗ് എടുക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയി. സോ അതുകൊണ്ടാണ് അത് നിർത്തി വെച്ചത്. സോ നമ്മൾ ഇതിൽ വീഡിയോയിൽ അവസാനം ഒരു ചാപ്റ്റർ എങ്ങനെ ഫസ്റ്റ് തന്നെ റിവിഷൻ ചെയ്യാണ്ട്, ഫസ്റ്റ് തന്നെ കോൺസെപ്റ്റ് പഠിക്കാണ്ട് എങ്ങനെ നമുക്ക് PYQ വെച്ചിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്ന് പറഞ്ഞുതരാം. സോ നമുക്ക് ഇന്നത്തെ ഡേറ്റ് പറഞ്ഞാൽ 5-ാം തീയതിയാണ്. നമ്മൾ 4-ാം തീയതിത്തെ അപ്ഡേറ്റാണ് പറയാൻ പോകുന്നത്. അതായത് കെമിസ്ട്രിയിൽ നമുക്ക് PYQ കംപ്ലീറ്റ് ആയത് അറ്റോമിക് സ്ട്രക്ചർ, അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ, റിഡോക്സ്, ഈ 3 ചാപ്റ്റേഴ്സിന് PYQ കംപ്ലീറ്റ് ആയി. പക്ഷേ ബേസിക് കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയില്ല. അങ്ങനെ ഉഴപ്പി പോയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയി പോയില്ല. സോ അതിൽ ക്ലാസിഫിക്കേഷൻ ഞാൻ PYQ വെച്ചിട്ടാണ് റിവൈസ് ചെയ്തത്. അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ അതാണ് ഇന്ന് നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻസ് പറഞ്ഞാൽ മാത്സിൻ്റെയാണ്. സോ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 5-ാം തീയതിയാണ്. സോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള മാത്സ് ആണ്. മാത്സിലെ ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ സെറ്റ്സ് ഉണ്ട്, ട്രിഗണോമെട്രി ഉണ്ട്, ക്വാഡ്രാറ്റിക് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ ഒരു എക്സാമിനേഷൻ്റെ ലീവ് ഉണ്ട് നാളെ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ട്രിഗണോമെട്രി, ഇൻവേഴ്സ്, പിന്നെ റിലേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. നാളെ ലീവ് കിട്ടുമ്പോൾ കോംപ്ലക്സും പിന്നെ ബാക്കി എല്ലാതും ഒന്നും കൂടി റിവൈസ് ചെയ്യാമെന്ന് എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ട്രിഗണോമെട്രി, ഇൻവേഴ്സും എന്താ പറയുക, ഭയങ്കര വലിയ ടോപ്പിക്കാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നലത്തെ സ്റ്റഡി അപ്ഡേറ്റ് എന്ന് പറയാനാണെങ്കിൽ. സോ ഇതിന് ഞാൻ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് ഞാൻ അങ്ങനെ റിവൈസ് ചെയ്തത്. അതെങ്ങനെ അങ്ങനെ റിവൈസ് ചെയ്യാം? ഇൻഓർഗാനിക് കെമിസ്ട്രി വളരെ ഈസിയാണ്, ഫിസിക്കൽ കെമിസ്ട്രി അങ്ങനെ റിവൈസ് ചെയ്യാം. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രി അങ്ങനെ പറ്റില്ല. സോ ഫിസിക്കലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, ഇൻഓർഗാനിക്കും ഇതേപോലെ റിവൈസ് ചെയ്യാം. സോ ഇൻഓർഗാനിക് കെമിസ്ട്രി എങ്ങനെയാണ് അങ്ങനെ ഞാൻ റിവൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷനാണ് ഞാൻ എങ്ങനെ PYQ വെച്ചിട്ട് റിവൈസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ പക്ക നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. പിന്നെ നിങ്ങൾ അത് തന്നെ വെറുതെ വായിച്ച് പോകണ്ട എന്നുള്ള രീതിയിലാണ്, അങ്ങനത്തെ ഒരാളാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടായിരിക്കണം. പിന്നെ അത് തന്നെ ചുമ്മാ അങ്ങനെ വായിച്ച് പോകണ്ട എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ നോട്ടിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വീഡിയോ കാണുന്നവർ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വേണമെങ്കിൽ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. അങ്ങനെ ഒരു ഉപകാരം ആയിക്കോട്ടെ. ഓക്കെ, സോ ഇങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞ് ചെയ്തു തരാം. ഓക്കെ, സോ ഇതിന് വലിയ പണിയില്ലല്ലോ, ഫോട്ടോ ഒന്നും എടുത്ത് അയക്കണ്ടല്ലോ, ചുമ്മാ മറിച്ച് പോയ പോരെ. ഓക്കെ, സോ ഇതിന് ഇനി ഞാനെങ്ങനെ ഇത് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഓക്സൈഡ്സ് ഈസ് ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡുകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ മറിച്ച് നോക്കുക ഓക്സൈഡുകൾ എവിടെയെന്നുള്ളത്. നേച്ചർ ഓഫ് ഓക്സൈഡ് വേണ്ടൊരു ടോപ്പിക് ഉണ്ട് ഇവിടെ. ഇതിലുള്ള കാര്യങ്ങൾ അപ്പം തന്നെ പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. കാർബൺ മോണോക്സൈഡും N2 ആണ് ആ ന്യൂട്രൽ ഓക്സൈഡ് അല്ലേ, ന്യൂട്രൽ കാർബൺ മോണോക്സൈഡ് N2. ഞാനത് പഠിച്ചുകൊണ്ടാണ്, ഞാൻ നല്ല ചെയ്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ ഇനി മെറ്റാലിക് ക്യാരക്ടറിനാണ് അടുത്ത്. കറക്റ്റ് ദ ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ ഇൻ ദ ഫോളോയിങ് എലമെൻറ്റ്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എവിടെ പഠിച്ച് നോക്കിയേക്കാം. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാം. ഞാൻ ഇന്നലെ പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ആയിട്ടുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ മെറ്റാലിക് ക്യാരക്ടറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി ആണ് നോൺ മെറ്റാലിക്കിന്. ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് വരുമ്പോൾ അതിൻ്റെ വൈസ് വേഴ്സ് ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. സോ ഇത് അറ്റോമിക് റേഡിയസ്, അതായത് സൈസിന്
എന്താ പറയുക ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇതൊക്കെ റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിക്കുക. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏതായിക്കോട്ടെ നമ്മളോട് ചോദിച്ചാൽ മെറ്റാലിക് ക്യാരക്ടറാണ്. സോ അറ്റോമിക് ഇപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ബേസിൽ ചെയ്യാമെന്ന് വെച്ചു. ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മെറ്റാലിക്. സോ അതിലും കൂടി ഒന്നും കൂടി എളുപ്പം എന്ന് പറഞ്ഞാൽ പോസിറ്റീവിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഉൾട്ടെടുക്കേണ്ട കേസില്ല. സോ അതുകൊണ്ട് ഇത് പഠിക്കുക. പോസിറ്റീവ് ക്യാരക്ടർ എന്തിന് പ്രൊപ്പോർഷണലാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അക്രോസ് പീരീഡ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഡൗൺവേർഡ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും, ഡൗൺ ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും, അക്രോസ് പീരീഡ് ഡിക്രീസ് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും ബിക്കോസ് ഓഫ് സൈസ് ഡിക്രീസ് ചെയ്യും. അത് എവിടെ പഠിച്ചെന്ന് വെച്ചാൽ വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ്. അപ്പോൾ നമ്മൾ ആ റേഡിയസിൻ്റെ ഇതിലേക്ക് നമ്മൾ പോകണം, മനസ്സിലായി? ആ സൈസ് എന്തുകൊണ്ട് അങ്ങനെ കുറയണമെന്ന് അന്വേഷിക്കണമെങ്കിൽ റേഡിയസിൻ്റെയിലേക്ക് പോകണം. ആ റേഡിയസിൻ്റെയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗ്രൂപ്പിൽ എന്തുകൊണ്ടാണ് സൈസ് കുറയുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കുറയും, ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടും, പീരീഡിലോട്ട് പോകുമ്പോൾ സൈസ് കുറയും, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ സൈസ് കുറയും. സോ അത് അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് മെറ്റാലിക് ക്യാരക്ടർ. സോ അങ്ങനെ നമുക്ക് ചെയ്താൽ ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യന് ടിക്ക് ചെയ്തിട്ടില്ല. മെറ്റാലിക് ക്യാരക്ടർ MgNaS സിലിക്കൺ ഫോസ്ഫറസ്. അപ്പോൾ മെഗ്നീഷ്യം സോഡിയം മെഗ്നീഷ്യം എന്ന് പറയുന്നത് രണ്ടും ഒരേ ഇതിൽ വരുന്ന പീരീഡിൽ വരുന്ന. സിലിക്കൺ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ അടിയിലല്ലേ സിലിക്കൺ വരിക, കാർബണിൻ്റെ അടിയിൽ സിലിക്കൺ, ഫോസ്ഫറസ് നൈട്രജൻ ഫോസ്ഫറസ്. അപ്പോൾ ഇവരെല്ലാവരും ഒരു റോയാണ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് പീരീഡിലെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. പീരീഡ് വൈസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുക, മെറ്റാലിക് ക്യാരക്ടർ മെറ്റാലിക് ക്യാരക്ടർ സൈസ് കുറയും, മെറ്റാലിക് ക്യാരക്ടർ കുറയും അല്ലേ? അതെ. സോ അങ്ങോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ സൈസ് കുറയും. അപ്പോൾ സൈസ് കുറയും, മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ഓർഡർ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ സൈസ് കുറയും അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു Mg ഗ്രേറ്റർ ദാൻ Na സിലിക്കൺ കഴിഞ്ഞിട്ടല്ലല്ലോ, സിലിക്കൺ കഴിഞ്ഞിട്ട് ഫോസ്ഫറസ്. സോ Mg ആയിരിക്കല്ലേ ആദ്യം വരിക, Na ആയിരിക്കും വരിക. സോ Na Mg സിലിക്കൺ ഫോസ്ഫറസ് ഇതെന്തായിരിക്കും, സൈസ് കൂടി, മെറ്റാലിക് ക്യാരക്ടർ കൂടി അല്ലേ? Na Mg സിലിക്കി ഓപ്ഷൻ എ ആണോ? രണ്ട് ഓപ്ഷൻ എ. അതെ. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സോ ഇത് സിമിലർലി ആണ് ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ പറഞ്ഞു പോയാൽ ലെങ്ത് കൂടും വീഡിയോയുടെ. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ബേസിക്കൽ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തിയറി പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യുമെന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റി വെക്കുക. അപ്പോഴന്നെ ഇത് സെറ്റാവും. ഓക്കെ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നാണ് വിചാരിക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.